ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണ്. നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്കാണ്. ഇതുപോലത്തെ മാസ്ക് കുഞ്ഞു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബ്രീത്ത് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലൊരു മാസ്ക് ചെയ്യുകയാണെങ്കിൽ. ആദ്യം എൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് നമ്മൾ പേപ്പറിലാണ്. എന്നിട്ട് നമ്മൾ തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം എൻ്റെ നീളം വേണ്ടത് 9.5 അതിൻ്റെ വീതി എന്ന് പറയുന്നത് 5.5. അങ്ങനെ നമ്മൾ 4 സൈഡും വരച്ചെടുക്കാം. ഒരു പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു അളവ് വരയ്ക്കാൻ വേണ്ടി. കറക്റ്റ് നമ്മൾ ആ തുണിയിൽ വെട്ടും പോലെ തന്നെ പേപ്പറിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ 2 പേപ്പറിനെ നമുക്ക് വീണ്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. എന്നിട്ട് അതിനെ 4ആയിട്ട് മടക്കാം. ഈ മുകളിൽ ഈ ഓപ്പൺ ആവുന്ന ഭാഗത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാനെടുത്തത്. 3.5 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തിരിച്ച് ഈ ഒരു സൈഡ് നമ്മൾ 3.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അടുത്ത് ഈ ഒരു ഭാഗത്ത് ഈ മുകളിലായിട്ട് നമ്മൾ ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ മാർക്ക് ചെയ്ത ആ 3.5 നിന്നും ഈ 1.5ലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പകുതി പോയിൻ്റ് വരെ നമ്മൾ അങ്ങനെ ഒരു കർവ് ഷേപ്പായിട്ട് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഷേപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും ഇനി ലാസ്റ്റ് വരെ വരണ്ട, പകുതി വരെ വരച്ചാൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾ നിവർത്തിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി നല്ല വശം തമ്മിൽ ഉള്ളിലോട്ട് വെച്ച് മടക്കി അതിനെ വീണ്ടും നമ്മൾ 4ആയിട്ട് മടക്കണം. നല്ല വശം ഉള്ളിലാണ്, ഇത് ബാക്കാണ് പുറത്തോട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു അളവിനെ നമ്മൾ ഇതിൻ്റെ പുറത്തെടുത്ത് വയ്ക്കാം. ഈ ഒരു അളവിനെ നമുക്ക് ഈ ഒരു അളവ് നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് എല്ലാ തുണിയിലും എത്ര മാസ്ക് വേണമെങ്കിലും ഈ ഒരു ഒറ്റ അളവിന് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ ആ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും നമ്മൾ കട്ട് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണിയുടെ നല്ല ഭാഗം നമ്മൾ ഉള്ളിലോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം പുറത്തോട്ടും വെച്ചിട്ട് നമുക്കിതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ തുണിയുടെ അതേ ഷേപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ മെഷീൻ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റുന്നതാണ്. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കത്രിക കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അതേ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഉള്ളിലെ തുണി പുറത്തോട്ട് എടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെ കറക്റ്റായിട്ട്. എന്നിട്ട് ഈ 2 സൈഡിലെ തുണിയും നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് നമുക്ക് മടക്കി കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഈ ഒരു അളവിനെടുത്തിട്ട് നമുക്ക് എത്രയാണോ വീതി വേണ്ട ആ ഒരു അളവിനെടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് 2 തുണിയും മടക്കി വെച്ചിട്ട് നമുക്കതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ബാൻഡ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ പഴയ മാസ്കിൻ്റെ ഒരു അളവൊക്കെ വെച്ചിട്ട് നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കണക്കാക്കി അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കും. മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ആ ഒരു കെട്ട് വെച്ചതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.